നവോദയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ലാംഗ്വേജ് സെഷനാണ്. നമുക്ക് ഒരു പാരഗ്രാഫ് തന്ന് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി എഴുതണം. ഏറ്റവും ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള 4 പാസേജുകളും ഓരോ പാസേജിനും 5 വീതം 20 ചോദ്യങ്ങളുമാണ് ലാംഗ്വേജ് പാർട്ടിൽ ഉണ്ടാവുക. അപ്പം എങ്ങനെയാണ് ഈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമാക്കുന്നത്. പാസേജ് വായിക്കുക, 2 പ്രാവശ്യം വായിക്കുക, ശേഷം ക്വസ്റ്റ്യൻ വായിക്കുക, വീണ്ടും പാസേജ് വായിക്കുക, ഉത്തരം കണ്ടെത്തുക. അതാണ് ഈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ്റെ രീതി. ഇപ്പോൾ പാരഗ്രാഫ് വായിക്കുകയാണ്. ഫയർ ഈസ് ടു ബ്ലെയിം ഫോർ ദ ലോസ് ഓഫ് കൗണ്ട്ലെസ് ലീവ്സ് ആൻഡ് ബില്യൺസ് ഓഫ് റുപ്പീസ് ഈച്ച് ആൻഡ് എവറി ഇയർ. ഫയർ ഫൈറ്റേഴ്സ് ഹെൽപ്പ് പ്രൊട്ടക്ട് പീപ്പിൾ ആൻഡ് their property from injury and damage. They put their lives on the line every time they respond to a call. While on duty, firefighters must be ready to respond in a matter of minutes to just about any disaster that may occur. At every fire scene, a superior fire officer take command and direct the jobs of all the people at the scene. Some firemen connect the hose lines to the hydrants. Others manually operate the pump to send water to the hoses. Teams of firefighters also operate ladders used to reach distances help in the air. ഇതാണ് പാസേജ്. ഈ പാസേജ് നമ്മൾ 2 പ്രാവശ്യം വായിച്ച് അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ദ ഫയർ ഫൈറ്റേഴ്സ്. ഫയർ ഫൈറ്റേഴ്സിനെ സംബന്ധിച്ച് നോട്ട് ട്രൂ, ശരിയല്ലാത്തത് ഏതെന്നാണ്. പാസേജ് നല്ലോണം വായിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും. They are brave. They often put their lives in danger. They never put their lives in danger. They are highly trained. ഈ 4 ഓപ്ഷനുകളിൽ which of the following is not true എന്നതാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലാത്ത പ്രസ്താവനയാണ് കാണേണ്ടത്. അപ്പോൾ അവർ they are brave, they often put their causes in danger, they are highly trained. അതെല്ലാം ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് they never put their lives in danger എന്നുള്ളതാണ് ശരിയല്ലാത്തത്. സോ 66ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 67. A firefighter has to prepare to extinguish a fire in. നോക്കുക, ഫയർ ഫൈറ്റർ എക്സ്റ്റിങ്വിഷ് എ ഫയർ ഇൻ മിനിറ്റ്സ്, മിനിറ്റുകൾക്കകം തന്നെ കെടുത്തുന്നുള്ളതാണ് കേട്ടോ. ഫയർ ഫൈറ്റേഴ്സ് അതിന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ കെടുത്തുന്നുള്ളതാണ് ഈ പാസേജിൽ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പാസേജ് നല്ല പോലെ വായിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇതാണ്ടോ, ഇതാ, firefighters must be ready to respond in a matter of minutes to just about any disaster എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം, അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം മിനിറ്റ് എന്നുള്ളതാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, അല്ലാണ്ട് വിതിൻ അവേഴ്സോ ഡേയ്സോ വീക്സോ ഒന്നും അല്ല. വിതിൻ മിനിറ്റ് അവർ തീയെ അണയ്ക്കാൻ ശ്രമിക്കും, കഴിയും അവർക്ക്. അടുത്ത ചോദ്യം നോക്ക്. ഫയർ ഫൈറ്റേഴ്സ് പുട്ട് ദെയർ ലീവ്സ് ഓൺ ദ ലൈൻ മീൻസ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഫയർ ഫൈറ്റേഴ്സ് പുട്ട് ദെയർ ലീവ്സ് ഓൺ ദ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദേ സ്റ്റാൻഡ് ഇൻ എ ലൈൻ, ദേ ഫൈറ്റ് ഫയർ, ദേ പുട്ട് ദെയർ ലീവ്സ് ഇൻ ഡേഞ്ചർ, ദേ കണക്ട് ദ ഹോസ് ടു ഹൈഡ്രൻറ്റ്. അതിൻ്റെ മീനിങ് അവരുടെ ജീവൻ അല്ലേ പണയപ്പെടുത്തിയിട്ടാണ്, ഡേഞ്ചറിലാക്കിയിട്ടാണ്. ദേ പുട്ട് ദെയർ ലീവ്സ് ഇൻ ഡേഞ്ചർ എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ഓപ്ഷൻ. അടുത്തത് 69th. ടു ഓപ്പറേറ്റ് മാനുവലി മീൻസ്. ഓപ്പറേറ്റ് മാനുവലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മേക്ക് എ മാൻ വർക്ക് വിത്ത് ദെയർ ഹാൻഡ്സ്, യൂസ് എ മെഷീൻ, യൂസ് വൺസ് ബോഡി. അതിൻ്റെ അർത്ഥം എന്താണ്? വർക്ക് വിത്ത് ദെയർ ഹാൻഡ്സ് എന്നുള്ളതാണ് ഓപ്ഷൻ കറക്റ്റ്. ഏറ്റവും കറക്റ്റ് ആൻസർ അതാണ്. ദ വേർഡ് ഒക്കർ മീൻസ് ദ സെയിം ആസ്. വായിച്ചു നോക്കുക, അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്ക് ഏതാണ് എന്നാണ്. ഒക്കർ മീൻസ് ഹാപ്പൻ. ദ വേർഡ് ഒക്കർ മീൻസ് ദ സെയിം ആസ് ഹാപ്പൻ എന്നുള്ളതാണ് അർത്ഥം ഇവിടെ. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്കും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ പാസേജ് 2 പ്രാവശ്യം വായിക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുക, വീണ്ടും പാസേജ് വായിച്ച് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് രീതി. മലയാളം പാസേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലയാളം മീഡിയം ഓപ്ഷൻ കൊടുക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിലുള്ള പാസേജാണ് വരിക. ഇവിടെ കൊടുത്തിരിക്കുന്ന തരത്തിലുള്ള 4 പാസേജുകളും ഓരോ പാസേജിൽ നിന്നും 5 വീതം ചോദ്യങ്ങളും ഉണ്ടാകും. ഓരോ ചോദ്യത്തിനും ഏറ്റവും ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. പാസേജ് വായിക്കാം, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. വിനയം ഒരു സദ്ഗുണമാണ്. അതിൻ്റെ അർത്ഥം വിനയം, സൗമ്യത, എളിമ ഇവയുള്ളവർ ആയിരിക്കുക എന്നതാണ്. അഹങ്കാരത്തിൻ്റെ മറുവശമാണ് ഇത്. അവനവനെ തന്നെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കാൻ ഈ ഗുണം സഹായിക്കുന്നു. അത്തരമൊരു വ്യക്തി ഒരിക്കലും ദുശ്ശാഠ്യക്കാരൻ ആയിരിക്കില്ല. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും അയാൾ തയ്യാറാവും. അവൻ തന്നെ ആയിരിക്കും അവൻ്റെ മാസ്റ്റർ. അയാൾ പെട്ടെന്ന് അലോസരപ്പെടുകയില്ല. എളിമയുള്ള മനുഷ്യൻ അവൻ്റെ തെറ്റുകൾ സമ്മതിക്കുകയും പ്രത്യാഘാതങ്ങൾ ഒരു ചിരിയോടെ സ്വീകരിക്കുകയും ചെയ്യും. അവനവനെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവൻ അല്ലാത്തതുകൊണ്ട് അയാൾ ചിന്താശേഷിയുള്ളവനായിരിക്കും. ഇതാണ് പാസേജ്. ഇനി ഈ പാസേജിൽ നിന്ന്, ഈ ഖണ്ഡികയിൽ നിന്ന് കണ്ടെത്താവുന്ന 5 ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 4 വീതം ഓപ്ഷനുകളും കൊടുത്തിരിക്കുന്നു. ഓരോ ചോദ്യവും ശ്രദ്ധാപൂർവം വായിച്ച് ഏറ്റവും ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, വിനയം ഒരു മഹത്തായ ഗുണമാണ്. വിനയം ഒരു മഹത്തായ ഗുണമാണ്. അടുത്ത ചോദ്യം, വിനയം എന്നാൽ ഡാഷാണ്. അഹങ്കാരിയായിരിക്കുക,
എളിമയുള്ളവനായിരിക്കുക, ക്രൂരനായിരിക്കുക, നിർദ്ധയനായിരിക്കുക. വിനയം എന്നാൽ എളിമയുള്ളവനായിരിക്കുക എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, വിനയമുള്ള മനുഷ്യൻ പഠിക്കുന്നത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന്, അവന്റെ അനുഭവത്തിൽ നിന്ന്, അധ്യാപകരുടെ അനുഭവത്തിൽ നിന്ന്, രക്ഷിതാക്കളുടെ അനുഭവത്തിൽ നിന്ന്. ഇതവിടെ പറയുന്നുണ്ട്, ഒരു വ്യക്തി ഒരിക്കലും ദുശ്ശാഠ്യക്കാരനായിരിക്കില്ല. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനും അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കാനും. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കലാണ്. വിനയമുള്ളവൻ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു. അഹങ്കാരത്തിന്റെ പര്യായം എന്താണ്? എളിമ, സൗമ്യത, വിനയം, ഗർവ്. അഹങ്കാരത്തിന്റെ പര്യായം ഗർവ്. ഗർവ് എന്നതാണ് അഹങ്കാരത്തിന്റെ പര്യായം. അടുത്ത ചോദ്യം, ധിക്കാരിയുടെ വിപരീതം. ധിക്കാരിയുടെ വിപരീതം. ദുശ്ശാഠ്യക്കാരൻ, കഠിനഹൃദയൻ, അഭിമതൻ, സ്വാർത്ഥൻ. അഭിമതൻ എന്നതാണ് ധിക്കാരിയുടെ വിപരീതം. അപ്പോ ഓരോരുത്തരും ഈ പാസേജ് എഴുതി, ചോദ്യം എഴുതി അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഇതോടൊപ്പം തന്നെ ഞാൻ പാസേജുകൾ, ഒരു ഇംഗ്ലീഷ് പാസേജും ഒരു മലയാളം പാസേജും നിങ്ങൾക്കായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇംഗ്ലീഷിൻ്റെയും മലയാളം വായിക്കാൻ അറിയുന്നവർ മലയാളത്തിൻ്റെയും പാസേജുകളുടെ ചോദ്യങ്ങൾ എഴുതി ഉത്തരം എഴുതി വെക്കണം. എല്ലാവർക്കും എങ്ങനെയാണ് ലാംഗ്വേജ് പാർട്ട് എഴുതേണ്ടത് എന്ന് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ട് ബുക്കിൽ ക്വസ്റ്റ്യനും ആൻസറും എഴുതുക. ഓക്കെ, താങ്ക് യു.